ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് ബ്രദറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടു കൂടി മാത്യു അച്ഛനും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ തന്നെ പതിവ് പോലെ നമ്മുടെ വിഷയത്തിലേക്ക് ക്ഷണിക്കും. അച്ഛൻ നമുക്ക് വരാം. ചേട്ടാ, ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ അഡൽട്ട് കാറ്റഗിസം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, അതിൻ്റെ 12ാം ക്ലാസ് വരെ നമ്മൾ ഇടവകയിൽ ഒരുപാടും പഠിക്കുന്നുണ്ട്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. ഓരോ രൂപതയിലും തോന്നുന്നു, ലോഗോസ് ക്വിസും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. എങ്കിലും അഡൽട്ട് കാറ്റഗിസം, കാരണം വിശ്വാസത്തിൽ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം. കാരണം വിശ്വാസ പ്രതിസന്ധിക്കിടയാകുന്ന ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ അതിനോടൊക്കെ ഒരു ഉത്തരമെന്ന രീതിയിൽ വിശ്വാസികളെ ശരിക്കും സഭ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ സഭ അഡൽട്ട് കാറ്റഗിസത്തെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയും ഈ മേഖലയിൽ സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എന്താണ് വെച്ചേണ്ട അഭിപ്രായം? ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് IHS മിനിസ്ട്രി ആഗ്രഹിക്കുന്നുണ്ടോ? അഡൽട്ട് കാറ്റഗിസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത്, നിലവിലുള്ള കുട്ടികളുടെ കാറ്റഗിസം തന്നെയാണ് പ്രധാനപ്പെട്ട ചിന്താ വിഷയം ആകേണ്ടെന്ന് തോന്നുന്നു. തൃശ്ശൂരിൽ നിന്ന് നമുക്ക് അടുത്ത് പറഞ്ഞ ഒരു അച്ഛനിക്ക് പറഞ്ഞത്, ഒരു വർഷം കാറ്റഗിസം ക്ലാസ്സിന് കിട്ടുന്നത് ഏതാണ്ട് 30 മണിക്കൂറാണ്. ദിവസം നോക്കിയാൽ അത് കൂടുതൽ കാണും. പക്ഷേ നമുക്കറിയാം, പല ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ, അല്ലെ ഓണം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമയമൊക്കെ എടുത്ത പല പ്രോഗ്രാമുകൾ നടത്തി കഴിയുമ്പോൾ പഠിപ്പിക്കുന്ന കാറ്റഗിസം ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന മണിക്കൂർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 മണിക്കൂറേ ഉള്ളൂ. അപ്പം 12 വർഷക്കാലം 30 മണിക്കൂർ വെച്ചാകുമ്പോൾ എത്രയാണ്? 36 അല്ലേ? 360 മണിക്കൂർ. അതായത് 360 മണിക്കൂറാണ് നമ്മുടെ കുട്ടികൾ വേദപാഠ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നത്. കത്തോലിക്കാ സഭ പോലെ ഇത്രമാത്രം രഹസ്യാത്മകവും വിശാലവുമായൊരു വിഷയം, ഒരു രഹസ്യം, അതിൻ്റെ അകത്ത് ധാരാളം വിഷയങ്ങൾ. അത് പഠിക്കാൻ വേണ്ടിയും ഈ 360 മണിക്കൂർ മതിയോ? ഒന്നാമത്തെ ചോദ്യം. ആ മണിക്കൂർ തന്നെ വളരെ കുറവല്ലേ? രണ്ടാമത്തെ കാര്യം, എത്ര കുട്ടികളാണ് താല്പര്യപ്പെട്ട് ഇതിന് പോരുന്നത്? മൂന്നാമത്തെ കാര്യം, എത്ര പേരൻസ് ആണ് താല്പര്യപ്പെട്ട് പറഞ്ഞയക്കുന്നത്? അവസാനത്തത് ഞാൻ അത്ര ഒരു സ്വരം താഴ്ത്തിയേ പറയുന്നുള്ളൂ. എത്ര മതാധ്യാപകരാണ് സെക്യുലർ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെയാണ് ഈ വിഷയം പഠിപ്പിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് നല്ല ഒരുക്കത്തോടു കൂടി പ്രാർത്ഥനാപൂർവ്വം ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്? ഇതെല്ലാം പരിഗണിച്ച് കാരണം ഇതിൻ്റെ ബാക്കിയായിട്ടാണ് അഡൽട്ട് കാറ്റഗിസം വരേണ്ടത്. അതുകൊണ്ട് ഒരു പക്ഷേ അഡൽട്ട് കാറ്റഗിസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം ഒന്ന് എനിക്കറിഞ്ഞുകൂടാ, നമുക്ക് ഞായറാഴ്ച അല്പം കൂടി സമയം തൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കുമോ? അതേക്കുറിച്ച് ചിന്തിക്കാൻ അത്ര സമയം പോരാ. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളെ ഈ വിഷയത്തിലേക്ക് ആകൃഷ്ടരാക്കുവാനായിട്ട്, കാരണം അവരിഷ്ടപ്പെട്ട് വരണം. സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അതുകൊണ്ട് എന്താ ലാഭം കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ കുറച്ചുകൂടി അവരെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ സൺഡേ ക്ലാസ്സിലെ വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതിന്, ആകർഷണീയമാക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് കാറ്റഗിസം ക്ലാസ്സുകളെ സ്കൂളിലെ ക്ലാസ്സുകളേക്കാൾ പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യത്തിൽ അവർക്കിത് പറഞ്ഞേക്കാൻ പറ്റണം. നാലാമത്തേത്, ഈ പറഞ്ഞതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകർ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കണം. കാരണം ഒരു പൈസ ഒന്നും വാങ്ങാതെ എല്ലാവരും വരുന്നത്. അപ്പോൾ അവർ വരുന്നതിന് അവരെ അഭിനന്ദിക്കണം. അതോടൊപ്പം തന്നെ ഇത്ര വലിയൊരു വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അത്രമാത്രം ഒരുങ്ങി ഒരു വിശുദ്ധിയിലും വിശ്വാസത്തിൻ്റെ ഒരു ഉണർവിലൊക്കെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരുമ്പോൾ, നമ്മളീ പറഞ്ഞ ഒരു 4 കാര്യങ്ങളിലെയും വളരെ അതിലുള്ള കുറവുകളിൽ നിന്നാണ് ഈ സഭയുടെ മുതിർന്നവരിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കാൻ പോയ സമയത്ത് ഇഷ്ടപ്പെട്ടായിരിക്കും വല്ലതും പോയേക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇനി പ്രായമായി കഴിയുമ്പോൾ ഇത് നിർബന്ധിക്കാൻ ആരെങ്കിലുണ്ടോ? ഇല്ല. അതായത് പ്രധാനപ്പെട്ട കാര്യം. പോയ സമയത്ത് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. എല്ലാവരും നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പറയരുത്. കാര്യമായിട്ട് പഠിച്ചിട്ടില്ല, ഇത് വലിയ കാര്യമായിട്ട് ഫെയിൽ ചെയ്തിട്ടില്ല, ആ രീതിയിൽ. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടി കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് ഇവർക്ക് വലിയൊരു ആവേശമൊക്കെ ഉണ്ടാകുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അഡൽട്ട് കാറ്റഗിസം ഒരു അത്യാവശ്യമാണെന്ന് ഈ മുതിർന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന
ഒരു പദ്ധതി ആദ്യം ക്രമീകരിക്കണം. അങ്ങനെ അപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ധാർമ്മിക പ്രതിസന്ധിയുടെ പോലും പ്രധാനപ്പെട്ട കാരണം വിശ്വാസ പ്രതിസന്ധിയാണ്. സഭയിലെ പേര് കേട്ട കർദിനാളായ റോബർട്ട് സാറ എന്ന് പറയുന്ന ആ ഒരു കർദിനാൾ പറഞ്ഞിരിക്കുന്നത്, പുരോഹിതരുടെയിലും സന്യസ്തരുടെയിലും സഭയിലൊക്കെ കാണപ്പെടുന്ന ഈ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നം വിശ്വാസ പ്രതിസന്ധി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങളുടെ കുടുംബങ്ങൾ ഇങ്ങനെ കുടുംബത്തിലെ മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എല്ലാ രീതിയിലുള്ള തകർച്ചകളുടെയും പുറകിലുള്ളത് കാറ്റക്കിസം അത് ശരിയായ രീതിയിൽ ഹോൾഡ് ചെയ്യാത്തതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഒരു പ്രശ്നത്തിൽ മുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ഇതിൽ അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് കാര്യകാലസാരം ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾ നിങ്ങളുടെ കാത്തലിക് ഫെയ്ത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ബോധ്യപ്പെടുത്തി ഇവരെ അഡൽറ്റ് കാറ്റക്കിസത്തിന് പല കാരണമാണുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടല്ലോ, കാലഘട്ടത്തിനനുസൃതമായിട്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരാൾ അല്ലെങ്കിൽ സെക്കൻഡ് വറ്റിക്കൻ കൗൺസിലിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരാൾ അതിനുശേഷം എന്തെല്ലാം മാറ്റങ്ങൾ സഭയിൽ വന്നിട്ടുണ്ട് വിശ്വാസപരമായ പ്രാക്ടീസുകളൊക്കെ, അവർ അറിഞ്ഞിട്ട് പോലും കാണുകയില്ല. ഇത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ കാരണം, നമ്മളിങ്ങനെ ധ്യാനങ്ങൾക്ക് പോകുമ്പോഴേ, പ്രത്യേകിച്ച് നമ്മളുടെ HS മിനിസ്റ്റർ പ്രധാനപ്പെട്ട ശുശ്രൂഷ അഡൽറ്റ് കാറ്റക്കിസം മേഖലയാണല്ലോ. ഇപ്പോൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കിങ്ങനെ ഒരു സങ്കടം പോലെ തോന്നുവാണ്. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചോദിച്ചു, ഒരു ക്ലാസ് പോയപ്പോഴേ, എല്ലാ റീത്തും ഒരുപോലെയാണോ? ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സീറോ മലബാർ ഒഴിച്ച് ബാക്കി എല്ലാ റീത്തും തെറ്റാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. മുതിർന്നൊരു വ്യക്തിയാണ്, കാറ്റക്കിസമാണ്, കാറ്റക്കിസം ക്ലാസ് പഠിപ്പിക്കുന്ന ആൾ കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങളിൽ പോലുമുള്ള വലിയ അറിവില്ലായ്മകൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അഡൽറ്റ് കാറ്റക്കിസം അടിയന്തരമാണ്. അടിയന്തരമായിട്ട് വിശ്വാസികളിലേക്ക് എത്തിക്കേണ്ടതാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വേദനയും ഒരു സംഘർഷവും അന്വേഷണമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നാണ് നമ്മൾ 25 വർഷം മുമ്പ് അങ്ങനൊരു ശുശ്രൂഷ ആരംഭിച്ചത്. വാസ്തവത്തിൽ IHS മിനിസ്ട്രിയുടെ ശുശ്രൂഷ തന്നെ അഡൽറ്റ് കാറ്റക്കിസം ശുശ്രൂഷയാണ്. എൻ്റെ ഒരു ആഗ്രഹത്തിൽ അഭിമന്യ പിതാക്കന്മാർ കൂടി നമ്മളെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇതൊരു അഡൽറ്റ് കാറ്റക്കിസം ഒരു പഠന പദ്ധതിയായിട്ട് സഭയിലേക്ക് ഔദ്യോഗികമായിട്ട് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി സർവ്വം മറന്ന് നമ്മളുടെ സമർപ്പണം നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആദ്യകാലം എഴുതിയ ഇപ്പോൾ 28 പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ ആദ്യകാലത്തെ 9 പുസ്തകങ്ങൾ വായിച്ചിട്ട് അന്ന് കാറ്റക്കിസം POCയിൽ കാറ്റക്കിസത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ കാഞ്ഞപ്പള്ളി രൂപക്കാരനായ ഫാദർ സേവ്യർ കൊച്ചുറമ്പിൽ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയത്, ഈ പുസ്തകങ്ങൾ ഔദ്യോഗികമായി അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ മുതിർന്നവർക്കുള്ള മതബോധ ഗ്രന്ഥമായിട്ട് മാറുന്ന രീതിയിലാണ്. നമ്മൾ ലാസ്റ്റ് എഴുതിയ സ്നേഹപരിപൂർണ്ണതയ്ക്ക് സത്യവിശ്വാസ നിശ്ചയം, അതിന് അവതാരിക എഴുതിയ വടവാ സെമിനാരിലെ റെക്ടർ ഡൊമിനിക് വെച്ചുവെച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകം മുതിർന്നവർക്കുള്ള ഒരു മതബോധ ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുക എന്ന രീതിയിലാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മളുടെ ആഗ്രഹം എന്തായിരുന്നു അത് തന്നെയാണ് ആത്മാർത്ഥമായ പുസ്തകം നമ്മൾ ശുശ്രൂഷയും വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച 2 കാര്യം, ഒന്ന്, അഡൽറ്റ് കാറ്റക്കിസം ശുശ്രൂഷകൾ അടിയന്തരമാണ്. സഭയിലെ സമൂഹത്തിലുമുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ സഭയിലെ വിശ്വാസം അറിവില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കത്തോലിക്കർക്ക് ഭൂരിഭാഗം തെറ്റുപറ്റുന്നത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. തങ്ങളുടെ മതത്തെക്കുറിച്ച് അവർക്കൊന്നും അറിഞ്ഞുകൂടാ. ജോൺ മരിയ വിയാനി പറഞ്ഞതാണ്. അത് അക്ഷരാർത്ഥം ശരിയാണെന്നുള്ളതാണ് നമ്മളുടെ സഭയിലെ എല്ലാ മേഖലയും തെളിയിക്കുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കാറ്റക്കിസം വേണം. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളതിനുള്ള 10-20 വർഷത്തോളമായിട്ട് നിരന്തരമായി ഇതിനുവേണ്ടി ശ്രമിച്ച് ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സഭ, പ്രത്യേകിച്ച് ഇടവക വൈദികരൊക്കെ തയ്യാറാവുകയായിരുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ കഴിഞ്ഞ ആഴ്ച ഇരിങ്ങാലക്കുട രൂപതയിലുള്ള അരിപ്പാൽ എന്ന ഇടവകയിൽ, അത് പ്ലാൻ ചെയ്തൊന്നുമല്ല, അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ വിളിച്ചു. കൃത്യം ഒരു അഡൽറ്റ് കാറ്റക്കിസം ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. നമ്മൾ 3 ദിവസം രാവിലെ വൈകുന്നേരമായിട്ട് 4 മണിക്കൂർ വെച്ച് ശുശ്രൂഷ ചെയ്തു. നമ്മൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇത് പ്രധാനമായിട്ട് എൻ്റെ എല്ലാ സല്യൂട്ടും അച്ഛന് കൊടുക്കുകയാണ്. അച്ഛൻ 1 മാസം മുമ്പ് തന്നെ ഇങ്ങനെ ഇതേക്കുറിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി വിശ്വാസം ഒരുക്കി
ആരും നിർബന്ധിച്ചൊന്നുമില്ല, താല്പര്യമുള്ള വരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെയധികം ആളുകൾ പങ്കെടുത്തു. മുതിർന്നവർ, യുവജനങ്ങൾ, 10-13 വയസ്സ് പ്രായമുള്ളവരൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടില്ല. ആ 10-13 വയസ്സുള്ള കുട്ടികളൊക്കെ ഈ കാര്യം കേൾക്കുമ്പോഴൊക്കെ ഉള്ളത് അവരുടെ ആ ശ്രദ്ധ. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, അത് സഭയിലുള്ള എല്ലാവരും ശുശ്രൂഷകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ ഉള്ളിൽ 2 തരം ദാഹങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ഒരു ദാഹത്തെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറുള്ളത് സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. തത്തുല്യമായ തന്നെ ഒരു ദാഹമുണ്ട്, സത്യത്തിനൊരു ദാഹമാണ്. അതുകൊണ്ടാണ് ആളുകൾ ഈ നിരീശ്വരവാദത്തിന് പുറകെ മറ്റ് മതങ്ങളുടെ ആശയങ്ങളുടെ പുറകെ പോകുന്നതിന് കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ജ്ഞാനപരമായ ഒരു ആഗ്രഹം ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കാത്തലിക് ഫെയ്ത്ത് അതിൻ്റെ പൂർണ്ണതയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ച് ആ ദാഹം നമ്മൾ തീർത്തു കൊടുക്കണം. ഇല്ലെങ്കിൽ അത് മറ്റ് മതങ്ങളിലേക്കും നിരീശ്വര പ്രസ്ഥാനങ്ങളിലേക്കെല്ലാം പോകും. അപ്പോൾ ഇതെല്ലാം കർത്താവ് നമുക്കൊരു ബോധ്യം, പരിശുദ്ധാത്മാവ് ഒരു വെളിച്ചം തന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ളൊരു, നമ്മൾ വെറുതെ ഇങ്ങനെ കുറച്ച് ആത്മീയത മാത്രം പറയാതെ തന്നെ അത് ഒരു വശത്തുള്ളപ്പോൾ തന്നെ ഈ പ്രബോധനം കൂടി നടക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അതാണ് എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞ കൂടി എനിക്ക് അറിഞ്ഞുകൂടാ, ഇതെനിക്ക് പറയാനുള്ളത്. അച്ഛൻ ഈ വിഷയത്തിൽ എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഒക്കെ അധികാരികൾ കാണട്ടെ, അവരിതേക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കട്ടെ. ഒപ്പം നമ്മുടെ ശുശ്രൂഷകൾ ദൈവമഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും മനുഷ്യരുടെ നന്മയ്ക്കും ഉപകാരപ്പെടുന്നതാണ് എന്ന് അധികാരികൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ നമുക്കൊരു അവസരം അവര് സഭയിൽ തരട്ടെ. അല്ല, ഒരു അങ്ങനെ പറയുമ്പോൾ പോലും കേട്ടോ, നമ്മളെ അഭിമന്യ പിതാക്കന്മാർ, നമ്മളെ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പെട്ടെന്ന് വരുന്നത് നമ്മുടെ അറയ്ക്ക പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മൾ ബാല്യകാലത്ത് അദ്ദേഹം ഇങ്ങനെ കണ്ണുമടച്ചേ അതേ കുറിച്ചൊരു കൃപയിലും ഒരു വിശ്വാസത്തിലുമാണ് അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്തു. പുറകെ വന്ന പിതാവ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ സഭയിലെ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ ആശംസകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട തട്ടിപ്പിതാവ്, പിന്നെ തറയപ്പിതാവൊക്കെ നമ്മുടെ സഭയിലുള്ള നമ്മൾ ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെട്ടവരൊക്കെ ഇതിനെല്ലാം സഭയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്, സഭാത്മകമാണെന്നൊക്കെ അവരിങ്ങനെ ഇതെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത് ഇനി ആരെങ്കിലും ഇത് മുൻകൈ എടുത്ത് ഇതിങ്ങനെ ഒരു നല്ലതാണെന്ന് പറയുമ്പോൾ പോലും നല്ലതിനെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ ഇതൊരു ഉപകാരപ്പെടുത്തുന്ന രീതിയിലേക്ക് കൂടെ അല്ലേ കാര്യങ്ങളൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കറിഞ്ഞുകൂടാ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനും ശ്രമിക്കാനും ആഗ്രഹിക്കാനും ഒക്കെയാണ് നമുക്ക് പറ്റുന്നത്. അത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ ഹിതമാണ് മനസ്സിലാക്കേണ്ടത്. ദൈവം എന്താണെന്ന് ആഗ്രഹിക്കുന്ന അറിഞ്ഞുകൂടാ. നമുക്ക് ലഭിച്ചൊരു ബുദ്ധി ബോധം കൊണ്ട് നോക്കുമ്പോൾ സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ശുശ്രൂഷയാണ് ഈ അഡൽട്ട് കാറ്റക്കിസം. അങ്ങനെ ശുശ്രൂഷ സഭയിൽ നിലവിൽ നമ്മൾ കാണപ്പെടുന്നുമില്ല. അത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് നമ്മളുടെ ശുശ്രൂഷ ഇങ്ങനെ ആളുകളിലേക്ക് എത്തട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം വലിയ അത്ഭുതങ്ങൾ നമ്മളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യട്ടെ. ഏജസ് മിനിസ്ട്രിയിലൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശയം സ്തുതിയായിരിക്കട്ടെ.